വാർഡ് മെമ്പർ സീനത്ത് ജമാലിന്റെ കഠിന പ്രയത്നം, ലീഗ് പാർട്ടിയുടെയും ഭരണസമിതിയുടെയും അകമഴിഞ്ഞ പിന്തുണ, മറ്റു എതിർപ്പുകളെ മറികടന്ന് തിരുനാവായ പഞ്ചായത്തിലെ 19ാം വാർഡിലെ വരിക്കോട്ട് ചിറക്കുളം ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ നമ്പ്യാങ്കുന്ന് വരിക്കോട് ചിറയിൽ ഹാപ്പിനെസ് പാർക്ക് യാഥാർത്ഥ്യമായി. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിലാണ് ഈ പദ്ധതി നാടിന് സമർപ്പിച്ചത്. 5 വർഷത്തിന്റെ ആസൂത്രണപരമായാണ് 15 ലക്ഷത്തോളം രൂപ അടങ്കൽ തുക വകയിരുത്തി ഈ പദ്ധതി നടപ്പിലാക്കിയത്. പല എതിർപ്പുകളും ഉണ്ടായെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനായി വാർഡിലെ മെമ്പർ സീനത്ത് ജമാൽ എടുത്ത പ്രയത്നവും അതിനൊപ്പം ലീഗ് പാർട്ടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പൂർണ്ണ ഇടപെടൽ കൂടി ആയപ്പോൾ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ഒരു നീന്തൽക്കുളം ഇവിടെ യാഥാർത്ഥ്യമായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനാവായ പഞ്ചായത്തിലെ ഹാപ്പിനെസ് പാർക്കിലാണ്. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം വൈറലായ ഈ ഹാപ്പിനെസ് പാർക്കിന്റെ പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പരിശ്രമിച്ച പഞ്ചായത്ത് മെമ്പർ സീനത്ത് ജമാലിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് പാർക്ക് എന്ന ഒരു പദ്ധതിയിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ ഇതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ ഒരു പദ്ധതിക്ക് നമ്മൾ ആദ്യം തന്നെ മെമ്പറായി വന്ന സമയത്ത് ഇവിടെ ആരും അറിയപ്പെടാത്ത, അതായത് ഇങ്ങോട്ട് കാൽനട പോലും പ്രയാസമായിരുന്നു. അത്രയധികം ഇപ്പം തന്നെ അറിയാലോ, അത്രയധികം ആഴത്തിലും കുണ്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ട് ഒരു കുളം ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം, അല്ലാണ്ട് വേറെ അറിയപ്പെട്ടിരുന്നില്ല. പക്ഷെ ജില്ലാ പഞ്ചായത്ത് മുന്നേ ഒരു ഫണ്ട് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഇവിടെ ഇട്ടിട്ട് ഒരു കുളം അങ്ങനെ ഒരു സെറ്റപ്പിൽ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമുക്ക് സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഫണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ കയറിയ ഫസ്റ്റ് വർഷം തന്നെ ഞങ്ങളത് ഭരണസമിതി അങ്ങനെ ഒരു ഫണ്ട് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു കട്ട പതിക്കലും ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തത്. ഇല്ല, ഇത്രയും മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീടാണ് ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് വന്നത്. ഇതിനെങ്ങനെ ഒരു സൗന്ദര്യവൽക്കരണമൊക്കെ ചെയ്തിട്ട് നമുക്കൊരു പാർക്കിലേക്ക്, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു മിനി പാർക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പക്ഷേ പഞ്ചായത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, ഫണ്ടിൻ്റെ അപര്യാപ്തത നല്ലോണം ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾ 2-3 ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ഒരു പാർക്കിലേക്ക് ഞങ്ങൾ ഭരണസമിതി തീരുമാനമെടുത്ത് ചെയ്തത്. കുറേശ്ശെയാണ് ചെയ്തത്. ആദ്യം സൗന്ദര്യവൽക്കരണം എന്നുള്ള നിലയിൽ പിന്നെ ഈ കട്ടപതിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നീട് റോഡ് യാഥാർത്ഥ്യമാക്കി NRGS ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിനൊരു ഈ കുളത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമൃത സരോവർ പദ്ധതിയിൽ ഈ ഒരു കുളം ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് NRGSലെ, അതും ഈ പറഞ്ഞ പോലെ NRGSന്റെ ഒരു മേഖലയിൽ ഈ ഒരു കുളം അറിയപ്പെട്ട ഒരു കുളമായിട്ടുണ്ട്. നമ്മൾ യോഗ പരിശീലനവും NRGSന്റെ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെയും കൂടി ഒരു ബഹുമതി നമ്മളിതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയതിന് ശേഷം വന്നിട്ടുണ്ട്. മുന്നേ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ ഇതിനെന്താ വെച്ചാൽ വെള്ളം ഉള്ള സമയങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് വൈറലായി. നമ്മൾ പോലും അറിയാതെ റീൽസൊക്കെ ഇങ്ങനെ ഈ കുളിക്കലും ഇവിടെ നിന്നുള്ള ചാടലും പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അല്ലായിരുന്നു മുന്നേ. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ വെള്ളമുള്ള സമയത്ത് മഴക്കാലത്ത് നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ് പാർക്ക് നിർബന്ധിത പ്രോജക്റ്റ് പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ ജിയോ വന്നപ്പോൾ ഇവിടെ അത്രയധികം ആളുകൾ വരും. പിന്നെ മാത്രമല്ല, ഇവിടേക്ക് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു പടി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു സൗന്ദര്യവൽക്കരണം എന്നുള്ള നിലയിൽ ആദ്യത്തെ ഒരു 10 ലക്ഷം വെച്ചിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഈ 15 ലക്ഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ കഴിയും. അല്ലാണ്ട് വേറൊരു ഒരു സ്ഥലം ഇതിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ആവില്ല. കാരണം എന്താ വെച്ചാൽ 15 ലക്ഷം എന്നുള്ള രൂപ ഫണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പരിമിതമായ ഫണ്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളൊരു വിപുലമായ രീതിയിൽ ഒരു പ്രോജക്റ്റാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ ഇതാണോ ഏറ്റവും ബെസ്റ്റ് പദ്ധതി എന്ന് പറഞ്ഞത്? ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നല്ല പദ്ധതികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാമപഞ്ചായത്തിന് എന്തായാലും അതൊരു മുതൽക്കൂട്ട് പദ്ധതിയാണ്. ഒരു മുതൽക്കൂട്ട് പദ്ധതി തന്നെയാണ് ഈ ഒരു വരിക്കോട്ട് ചിറ ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഭരണസമിതിയുടെ ഈ ഒരു തീരുമാനം എല്ലാ നിലക്കും പ്രയോജനമായിട്ടും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി എന്നും തന്നെയാണ് പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ CFC ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ വകയിരുത്തി സൗന്ദര്യവൽക്കരണം നടത്തുകയും NRGS ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. ശേഷമാണ് ഹാപ്പിനെസ് പാർക്ക് എന്ന പദ്ധതിയിലൂടെ ഭരണസമിതിയുടെ പദ്ധതി പൂർത്തീകരിച്ചത്. ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനവാസം എത്തിക്കുക എന്ന് മാത്രമല്ല,
ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഈ ജലസംഭരണിയെ, ഈ കുളത്തെ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഏറെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്കാണ് നിങ്ങൾ ഈ ആസൂത്രണം ചെയ്യുകയും ഇപ്പോൾ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹാപ്പിനെസ് പാർക്ക് എന്നാണ്, അത് പ്രായമുള്ളവരൊക്കെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ വെച്ചത് എന്നാണ് ഞാൻ അറിയുന്നതെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും വന്നു പോകാവുന്ന, ഇവിടെ നീന്തൽ പഠിക്കുവാനുമുള്ള ഒരു കേന്ദ്രം കൂടിയാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ പരിശീലനം കൊടുക്കാനുള്ള പദ്ധതികളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഒന്നുകൂടി കെട്ടി, സൈഡ് കൂടി കെട്ടി വൃത്തിയാക്കി ആകർഷണീയമാക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണ്, സീനത്ത് ജമാലിനോട് പറഞ്ഞപ്പോൾ ഞാൻ MLA കൈയേറണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലപ്പോൾ ഉള്ളത് നിങ്ങൾ പഞ്ചായത്തിൽ വന്നാൽ. എങ്ങനെ ഇരുന്നാലും ഉപ്പ ഞാനൊന്നും പറയുന്നില്ല, ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും പറയാനൊന്നും ഇപ്പോൾ ഞാൻ ആളല്ല, തയ്യാറില്ല. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി, വൈസ് പ്രസിഡന്റ് സൂർഫിൽ ബാവഹാജി, വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പർ കൂടിയായ സീനത്ത് ജമാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ ആയപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MP മുഹമ്മദ് കോയ, റംഷീദ ടീച്ചർ, മുസ്തഫ പള്ളത്ത്, മുൻ പഞ്ചായത്ത് ജനപ്രതിനിധികളായ KB സുബൈദ, KM സുഹറ, PC ഹൈദ്രോസ്, മൊയ്തീൻ, ലത്തീഫ് പള്ളത്ത്, ബക്കർ അമരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. LSJD AE ശ്രീനാരായണൻ നന്ദി പറഞ്ഞു. ന്യൂസ് 99 തിരൂർ.